ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പിക്കിൾ ഉണ്ടാക്കണം. അപ്പോൾ അച്ചാറ് മാങ്ങക്കാലാണ്, മാങ്ങ ധാരാളം കിട്ടുന്ന സമയമാണ്. വാങ്ങിക്കാനായാലും എങ്ങനെയായാലും ഇപ്പം അല്ലെങ്കിൽ പലരും കൊണ്ടുവന്ന് തരും, അങ്ങനെയൊക്കെ. മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അച്ചാറിട്ട് വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ കുറേ കാലത്തിന് അച്ചാറിട്ട് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൽ ഇത്തിരി വിനീഗർ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ചിറ്റിച്ച് എല്ലാ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഒന്ന് വെയിലത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇട്ട് വെക്കേണ്ട കുപ്പി ആദ്യം തന്നെ നോക്കുക, ഇങ്ങനെ ക്ലീൻ ചെയ്തൊക്കെ വെക്കുക. അതല്ലാതെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമല്ല അത് തപ്പി നടക്കുക. അപ്പോൾ മാങ്ങ നല്ല ഫ്രഷായത് എടുക്കാം. അപ്പം മാങ്ങ കഴുകി വലം വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് ചെത്തിക്കളയും, പശയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി തുടച്ച് ഒക്കെ വൃത്തിയാക്കിയിട്ടൊക്കെ വെക്കണം. അത് വെള്ളം തീരെ പാടില്ല കേട്ടോ. അപ്പം ഞാൻ കറക്റ്റ് കണക്ക് കിട്ടാൻ വേണ്ടി 1 കിലോ തൂക്കം പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി തെറ്റണ്ട. എന്നിട്ട് നമ്മൾ പൂണ്ട മാങ്ങ അതിങ്ങനെ ഒന്നും കൂടെ നീളത്തിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. വേണ്ട, പിന്നെ നമ്മൾ ക്രോസായിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യണ്ട, ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മാങ്ങച്ചാറ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്ന്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അതുപോലെ തന്നെ കുറേ കാലം നിൽക്കും എന്നുള്ളത് അറിയാം. അങ്ങനെ നമ്മൾക്ക് നല്ല ഉറപ്പ് തരാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. കേടാവൂല. പിന്നെ ഇനി കേടാവുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പുകൊണ്ട് മാത്രം അത് കേടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എല്ലാ മാങ്ങയും അങ്ങനെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇങ്ങനെ നീളത്തിൽ ഒരേപോലെ ഒന്ന് തിക്നെസ് അതേപോലെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. നല്ല പുളിയുള്ള മാങ്ങ വേണം കേട്ടോ, അല്ലെങ്കിൽ ഇതിന് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മാങ്ങയുടെ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മാങ്ങകൾ പുളിയുള്ളത് അറിയുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഇത് സിന്ദൂരാണ് കേട്ടോ പൊട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നല്ല പുളി ഉണ്ടാവും. പിന്നെ നാടൻ മാങ്ങയൊക്കെ ഉണ്ടാവും. നാടൻ മാങ്ങയ്ക്കും ചില മാങ്ങയ്ക്കൊക്കെ നല്ല പുളിയുണ്ട്. പണ്ടൊക്കെ മയിൽപ്പീലിയ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇപ്പം അത് കാണാനില്ല, നല്ല അത് നശിച്ചു, അതിൻ്റെ വർഗ്ഗം തന്നെ ഇല്ലാതായി എന്ന് തോന്നുന്നു. അത് അച്ചാറിടാൻ ഏറ്റവും നല്ല മാങ്ങയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളുടെ നാട്ടിലുണ്ടായണ മാങ്ങയാണ് പറഞ്ഞത്. ഇപ്പം എല്ലായിടത്തും അത് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പം നല്ല എണ്ണ നോക്കിയിട്ട് എടുക്കുക. അതാ എണ്ണ ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് ഒഴിക്കുക കേട്ടോ. അതൊക്കെ അളന്നിട്ട് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒട്ടും തെറ്റില്ല. അപ്പോൾ പിള്ളേർക്കൊക്കെ ആദ്യമായിട്ട് അച്ചാറിടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്കൊന്നും മനസ്സിലാവുണ്ടാവില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു പിടി മിളക്, അതായത് ഒരു 20 ഉണക്കമിളക് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. തീ കുറയ്ക്കുക. എന്നിട്ട് അതൊന്ന് വറുത്തെടുക്കുക കേട്ടോ. കരിയരുത്, വറുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഇനി വേണ്ടത്, ഇനി പാൻ വെറുതെ വെക്കുമ്പോഴും തീ പാടില്ല കേട്ടോ തീരെ, അല്ലെങ്കിൽ ആ എണ്ണ ഇങ്ങനെ ചൂടായി പുകയാനൊന്നും പാടില്ല. 1 കപ്പ് കറിവേപ്പില അതിട്ടിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ അത് നന്നായിട്ട് ഒരു ക്രിസ്പി ആയിട്ട് മാറും. ആ സമയത്ത് നമുക്ക് കോരി ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലില്ല കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ ഉലുവ അതൊന്ന് വറുത്തെടുക്കണം. കൂടെ തന്നെ 1 ടീസ്പൂൺ ജീരകം, അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ചിലർക്കൊന്നും ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടാവില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ജീരകം ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് അതൊന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. കരിയരുത്, മൊരിച്ചെടുക്കുക. ഇനി അതിലേക്ക് അപ്പോൾ തീ എന്ന് പറഞ്ഞാൽ ചൂടായി കിടക്കുകയാണല്ലോ ചട്ടി. അപ്പോൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്തിടുക. ഇതേ സമയം തീ അങ്ങോട്ട് ഓഫ് ചെയ്തിടുക അപ്പം തന്നെ കേട്ടോ. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. അത് 1/2 കപ്പ് മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കായം, 1/2 കപ്പ് 2 ടേബിൾ സ്പൂൺ താഴെ കണ്ട് ഉപ്പ്. 1/2 കപ്പ് നിറയെ വേണ്ടെന്ന് സാരം, ഒരിത്തിരി ഒന്ന് കുഴിച്ചിട്ട് ഉപ്പെടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഫുള്ളായിട്ടും ഈ മസാല വേണ്ട, ഇത് പൊടിച്ച് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞളിടാം. 1 ടീസ്പൂൺ മഞ്ഞൾ കൂടെയും ഇടാവുന്നതാണ് കേട്ടോ. മഞ്ഞൾ ഞാൻ ഇട്ടിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. മിക്സിയിലെ ചെറിയ ജാറിലെടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം.
ചൂടാറിയതിന് ശേഷം ചെയ്യാം. അപ്പോൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത് മാറ്റി വയ്ക്കാം, ഇത് പൊടിച്ചത്. അപ്പോൾ അതിൽ മുന്നായിട്ട് കുറച്ച് ആ ഉണക്കമുളക് ഒന്ന് വറുത്തെടുത്തിട്ടില്ലേ, അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ. ആ പൊടിയണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. കറിവേപ്പില അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇത് കൊണ്ടുപോയിട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ നിറയെ എന്ന് പറഞ്ഞാൽ ഒരു 1.5 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇത് വറക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കും. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്ത് കോരാനായിട്ട് സാധിക്കും. അത് കുഴഞ്ഞൊന്നും പോയില്ല കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് നമുക്കിങ്ങനെ വറുത്ത് കോരി എടുക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ പുറം ഭാഗം നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം ക്രിസ്പി ആവണത്, ഹാർഡായിട്ട് വരും. എന്താ ഒന്ന് തിരിച്ചും മറിച്ചു ഇട്ട് കൊടുക്കുക. അധികം ഇളക്കൊന്നും വേണ്ട, അപ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോവും. ഇനി നമുക്കത് കോരിയെടുക്കാം. ഏതാണ്ടായിട്ടുണ്ട് കണ്ട. നമ്മൾ ആ പാത്രത്തിലേക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം അത് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. എണ്ണ തീരെ കുടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എണ്ണ അതിൽ ഒഴിച്ച് അത്രയും തന്നെ നമുക്ക് കാണാൻ പറ്റും കണ്ട. ഇനി ബാക്കി കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ വറുത്ത് കോരണം. ഇനി ഒരു 4 ട്രിപ്പ് നമുക്ക് ഇതിൽ വറുത്ത് കോരേണ്ട. വലിയ പാത്രം വെച്ചിട്ടാണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ കഴിയും. അപ്പോൾ ധാരാളം എണ്ണ വേണ്ടി വരും. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇത്ര തന്നെ വേണ്ടി വരുള്ളൂ. 1.5 കപ്പ് വേണ്ടി വരുള്ളൂ എണ്ണ. അതിൽ ബാക്കി ഉണ്ടാവും നമ്മൾ വറുത്ത് കോരിയതിന് ശേഷം കേട്ടോ. അപ്പോൾ അതേണ്ട നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം കണ്ട. അങ്ങനെ നമ്മൾ എല്ലാതും ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാം. ഇത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു അച്ചാറാണ് കേട്ടോ. അച്ചാർ ഇടുന്നതിൽ ഏറ്റവും ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം ഈ അച്ചാർ കഴിക്കാനാണ്. പലരും എന്നോട് ഈ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് ഇത് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ അച്ചാർ ഇടുന്നതിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനീഗർ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളം ഒഴിച്ചിട്ടോ കുപ്പി കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി വെക്കുക. തീരെ വെള്ളമൊന്നും പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച മുളകൊക്കെ കൂട്ടിയിട്ട് പൊടിച്ച് വെച്ചില്ലേ, ആ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് 3ാമത്തെ ടേബിൾ സ്പൂൺ നിറയെ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇത് 4ാമത്തെ ടേബിൾ സ്പൂൺ. ഇനി ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വേണ്ടി വരുന്നു സാരം. അപ്പോൾ 6 ടേബിൾ സ്പൂൺ മുളകിൻ്റെ കൂട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വേപ്പില വറുത്ത് കോരിയത് നമുക്കൊന്ന് പൊടിച്ച് അതിലേക്ക് ഇടാം. കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ടാൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ശർക്കര കൂടി അതിലേക്ക് പൊടിച്ച് ശർക്കര ചേർക്കുക. പിന്നെ ഒരു 1/4 കപ്പല്ല 1/4 കപ്പിൻ്റെ താഴെ കണ്ട് വിനീഗർ, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം എടുക്കാം വിനീഗർ കേട്ടോ. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ, ചൂടായ എണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, കുറച്ചും കൂടെ മുളക് എനിക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പം എല്ലാം അവിടത്തേക്ക് എത്തട്ടെ. ഒന്ന് കുടഞ്ഞു കൊടുത്താലും മതിട്ട. ബാക്കി ഇത്ര മുളക് പൊടി ബാക്കിൻ്റെ അതൊരു കുപ്പിയിലിട്ട് വെച്ചാൽ നമുക്ക് ഇനി കുറച്ചും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം കണ്ടോ. ഇനി ചൂടാറിയതിന് ശേഷം നല്ലൊരു കണ്ടെയ്നറിലേക്ക് നമ്മൾ നേരത്തെ ഉണക്കി വെച്ച ഭരണിയിലേക്ക് ഇട്ട് കൊടുത്താൽ ഇത് 2 വർഷമോ 3 വർഷമോ ഇരുന്നാൽ അവിടെ തന്നെ ഇരിക്കും, ഒരനക്കവും വരില്ല. ഹലോ, അപ്പോൾ അച്ചാർ കണ്ടല്ലോ. അപ്പം ഈ അച്ചാറിൻ്റെ പ്രത്യേകിച്ച് കുറേ കാലം ഇരിക്കും എന്നുള്ളത് തന്നെയാണ്. കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പം എനിക്ക് വിളി വരും, കുറച്ച് അച്ചാർ എനിക്ക് കൊടുത്തയക്കി എന്ന് പറഞ്ഞിട്ട്. അപ്പം മടി ഉള്ള ആൾക്കാരാണ് ഫോൺ ചെയ്തിട്ട് അച്ചാർ കഴിക്കാം. അല്ലാത്തവർ അതിൻ്റെ റെസിപ്പി ചോദിക്കും, അതല്ലെങ്കിൽ വീഡിയോ കാണും, എന്നിട്ട് അതേപോലെ ഇട്ട് നോക്കും. അപ്പം മടിച്ചികളോ മടിയന്മാരോ ഉണ്ടെങ്കിൽ അവരോട് പറയാം ഇട്ട് നോക്കട്ടെ. അല്ലെങ്കിൽ അപ്പൊ ഈ അച്ചാർ ഇട്ട് നോക്കിയത് വേണം. ഇട്ട് കുറേ നാള് ഇത് ഇരിക്കും. അങ്ങനെ ഒരു ഗുണം കേട്ടാ. ഇത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നൊരു മാങ്ങ കൂടിയാണ്. അപ്പൊ പിള്ളേർക്കൊക്കെ നമുക്ക് അല്ലെങ്കിൽ പ്രവാസികളായ ആൾക്കാർക്കൊക്കെ നമുക്ക് പുറത്തയക്കാനൊക്കെ ഏറ്റവും എളുപ്പമാണ്. എണ്ണയൊന്നും പുറത്തേക്ക് വരില്ല. ഇത് വളരെ എങ്ങനെയാ, ഞാനിതിപ്പോ ഫോർക്ക് എടുക്കില്ല, അതെ ഈ അറ്റത്ത് പിടിച്ചിട്ട് ഞാൻ പൊന്തിച്ച് കാണിച്ചതാ.
അത് കണ്ട കൈ കൊണ്ടൊന്നും എടുക്കാനൊന്നും പാടില്ല കേട്ടോ അച്ചാർ. അപ്പൊ ഞാനിത് ഇനി അതിലിടുന്നില്ല, ഞാൻ എടുത്ത് മാറ്റി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് എടുത്തതാ. ഇത് തീരെ എണ്ണയില്ല കണ്ട, ഇങ്ങനെ ഇരിക്കുമ്പോഴൊന്നുമില്ല. മറ്റേ അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മളെ കൈ ഇങ്ങനെ ഒലിച്ച് വരും, അതൊന്നുമില്ല. ഇത് ഡ്രൈ ആയിട്ട് ഇരിക്കും കേട്ടാ, എത്ര കാലം വേണമെങ്കിലും ഇരിക്കും കേട്ടാ. നല്ല ടേസ്റ്റാണ് ഇതേ. പ്രഗ്നന്റ് ആയവർക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ വൊമിറ്റിംഗ് ടെൻഡൻസി വരില്ലേ, അവർക്ക് ഏറ്റവും നല്ലത് അത്. ഇടയ്ക്കൊന്ന് കടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇത് ടെൻഡൻസി മാറി കിട്ടും. അപ്പൊ ഞാനത് മുഴുവൻ കഴിച്ചിട്ട. പിന്നെ മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ വേണം നമ്മൾ എടുക്കാനായിട്ട്. പുളിയുള്ള മാങ്ങ എടുത്ത് നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതിന് ഈ ഭാഗം കളഞ്ഞിട്ടാണ് നമ്മൾ പൂണ്ടിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലത്തെ ഫ്രഷായ മാങ്ങ വേണം മേടിക്കാനായിട്ട്. മേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അത് നല്ല പുളിയുള്ളതായിരിക്കണം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ അച്ചാറിനെ ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ അച്ചാറ് ഉണ്ടാക്കി വെക്കുക കേട്ടോ. അത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കണ്ട, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പോഴും നല്ലതാണ്. ഞാൻ എൻ്റെ പണി അങ്ങനെ കേട്ടോ, ഞാൻ വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് മാങ്ങ ഇത് മുഴുവൻ അരിഞ്ഞ് എനിക്ക് അച്ചാറുണ്ടായുള്ളത്. ഇതൊക്കെ അരിഞ്ഞ് ഞാനിന്ന് വൈകുന്നേരം ഇരുന്ന് മുഴുവൻ അരിക്കും കേട്ടാ. അപ്പോ അച്ചാറിട്ട് നോക്കാം. ഓക്കെ, ബൈ ബൈ, വീണ്ടും കാണാം.